ഹസ്തനബിസ്ത ഹബീബീസ് എടാ CJ ഒക്കെ വലിപ്പം വെച്ചല്ലേ എമ്മാതിരി വിജൃംഭിക്കലടാവും വിജൃംഭിച്ചത് ഇതൊക്കെ. എടാ പുലിന്റെ ഫോട്ടോ ഒക്കെടാ. എടാ പുലി പുല്ല് നിന്ന പടോ. എന്നാലും ഇവര് എവിടുന്ന് കിട്ടട ഈ വെള്ളപ്പുളി പുല്ല് നിന്ന പടവും. ഗൈസ് പുലിനെ അടിച്ച ഏറി കയറ്റിയടാ. എടാ ഫ്രാങ്ക്ലിനെ കണ്ടു പഴിക്കടാ നമ്മള്. ഞാൻ ഒരു കൊല്ലം മുന്നിട്ട വീഡിയോ ഇപ്പത്തെ വീഡിയോ തമ്മിലില്ലേ ആടും ആട്ടുംകാട്ടും നമ്മള് വ്യത്യാസമുണ്ട്. ഫ്രാങ്ക്ലിൻ വല്ലാതെ വളർന്നു പോയടാ. എടാ ഇത് ബെഡാണോ ഇത്? എടാ ബെഡ് കാണുമ്പോ തന്നെ ഉറക്കം വരുന്നടാ. എന്നാലും എന്റെ ഫ്രാങ്ക്ലിനെ നീ ഇതെപ്പോ ഇത്ര വളർന്ന് വിജൃംഭിച്ചത് എന്റെ മോനെ. എടാ പീസിയടാ. ഇതെന്താണിത്? എടാ വീഡിയോ കഴിയുമ്പോഴേക്കും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരൂ. എമ്മാരി കിടിലം പീസിയടത്. നോക്കട്ടെ ഇവനെന്താ ഇതിന്റെ മുകളിൽ കയറി അറ്റൻഷൻ നിൽക്കുന്നേ? ഇരിക്കടാ അതിന്റെ മുകളില്, അല്ലെങ്കിൽ നിക്കല്ലേ. ഇറങ്ങടാ ഇറങ്ങടാ സൂര്യതാരയടാ. അല്ലടാ ഇവ എന്താ ഇറങ്ങാത്ത? ഇവ ഇതിന്റെ മുകളിൽ തന്നെ നിൽക്കുക. അയ്യോ ഇതെന്താടാ? ഇതെന്ത് ഗെയിമിങ് സെറ്റപ്പാടാ ഇത്? കുനിഞ്ഞു നിന്ന് കളിക്കണം ഇതിന്റെ മുകളിൽ. വേറെ എന്താ ബഗ്ഗാന്ന് തോന്നുന്നു. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഗൈസ്. ഇനി അതിന്റെ മുകളിൽ കയറാൻ നിൽക്കല്ലേ മുത്തുമണിയെ. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് ഫ്രാങ്ക്ലിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത്രയൊക്കെ സമ്പന്നനായി കഴിഞ്ഞാലും 105 ഇഞ്ചിൻ്റെ TV ആവാൻ വെച്ചിട്ടുള്ളൂ. എന്നാലും കുറച്ചുകൂടെ വലുത് വാങ്ങാനും. എടാ കുടുങ്ങല. അയ്യോ സ്റ്റെപ്പിൻ്റെ ഇടയിലൊക്കെ തല കുലുങ്ങിട്ടിനി. എന്നാലും പുളിക്ക് ഗതി വന്നല്ലോ എൻ്റെ പുള്ളിപ്പുളിയെ. എടാ സെക്കൻഡ് റോ ഗൈസ് ഇത് നോക്കി നിങ്ങൾ. ജിമ്മൻ അത്. എടാ ഈ എത്ര ഡമ്പലടാ അത്? 25 ഡമ്പലോ? അത് കാണാനുണ്ട് കേട്ടോ. വേറെ ഒന്നിനും സമയമില്ല തോന്നുന്നു. ഇവിടെ എന്താ സെറ്റപ്പ് ഉണ്ടല്ലോ. ഇവിടെ എന്താ കേരടോ ഐസ്. സംഭവം സെറ്റപ്പ് ആണെങ്കിലും ഇപ്പോഴും മണ്ടനാണ്. ഇതിനൊന്നും യാതൊരു മാറ്റവും ഇല്ലടാ. ഇവിടെ എന്തൊക്കെയുള്ള? എടാ ഇവിടെ ഡമ്പല, ഇവിടെ മറ്റേ ട്രെഡ്മില്ല് ഡുംബല് എല്ലാം കേട്ടോ. ഐസ് ആകെ 2 നില വീടുള്ളത്. അതിൽ രണ്ടാമത് നില ഫുള്ള് ജിമ്മിന് തീരെഴുതി കൊടുത്തേന്ന് തോന്നുന്നു. നോക്കടാ എത്ര ബാർബിയ ഉള്ളത് നോക്കടാ. 1 2 3 ഇവൻ ഒരാളല്ലേ ഉള്ളൂ. ഇവരെന്തിനാടാ ഇത്രയും ഡമ്പലെന്തിനാ ഇത്രയും? ഇവ എന്താ തിന്നുവോ ബാക്കി? യോ ഹബീബി എടാ പൂളടാ പൂള് ചാട് പോരെ ചാട്. എടാ എന്ത് സുഖടാ, എന്തൊരു തണുപ്പടാ. ഭയങ്കര തണുപ്പ്. ഇവനെന്താ ഇങ്ങനെ നീന്തുന്നത് നോക്കിയോ? ഇവന്റെ നീന്തൽ നോക്കിയോ ഗൈസ്? പ്ലോയിങ്. എങ്ങനെ നമ്മുടെ കുന്തളിപ്പ് കാണിക്കാൻ സമയമായടാ മക്കളെ. എന്താ റോട്ടിലൊന്നും ഒരു മനുഷ്യനില്ലല്ലോടാ. എടാ വണ്ടി. എടാ ഇവൻ ആരടാ? പവനായിയോ? ഇതെന്തോരം ടൂൾസ് അവന്റെ കയ്യില്. ഗൈസ് രാവിലെ തന്നെ എണീറ്റ് ഇങ്ങനത്തെ ഒരു വള്ളി പിടിക്കുമ്പോണ്ടല്ലോ ഒരു ഒരു ഫീല്. എവിടെവൻ? എടാ പൊട്ടിക്കട്ടെ. എടാ അപ്പുറത്തെ വീട്ടിലെ അമ്മണി പശുവിനടാ കൊണ്ടെന്ന് തോന്നുന്നു. വെടി നേരെയും പോയി, ഇവൻ വേറെ അങ്ങോട്ടോ പോയി. ഗൈസ് ഇനി അവന് മാപ്പില്ല. എടാ എന്തൊക്കെയാടാ ഈ സംഭവിക്കുന്നത്? എടാ വെച്ചപ്പോ വെടി കൊണ്ടില്ല, വെച്ച വെടി അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് സൂം ചെയ്ത് ഒന്നുകൂടെ വെച്ചപ്പോ ലോകം മൊത്തം കുലുങ്ങി, ഭൂമി മൊത്തം. ആ തെങ്ങിന്ന് തേങ്ങ വരെ വീണ്. ഓക്കെ എന്തായാലും നമുക്ക് നല്ല കിടുക്കാച്ച് ബൈക്ക് തന്നെ കിട്ടി. ഇതിൽ വെടി വെച്ച ടയർ പൊട്ടുവോ? മിഡ് ബെസ്റ്റിംഗ് എവിടെ ഒന്നും ആവാൻ പാടില്ല. എന്തായാലും കിടുക്കാച്ച് ബൈക്ക്. എടാ വണ്ടി വിടറാ. എടാ ഇതൊക്കെ എന്നാ കളിയാടാ ഇതൊക്കെ? എടാ വേലായുധേട്ടാ മരം ഒരു കോളല്ലേ വരുന്നേ. ഇവനൊക്കെ പുട്ടാസ് മതി. സ്റ്റോപ്പ്, ഹാൻഡ്സ് അപ്പ്, യു ആർ അണ്ടർ അറസ്റ്റ്. എന്റെ പേര് ജോസഫ് കുറുവില്ല, ഇതാണ് എന്റെ നാട്. എടാ വണ്ടീന്റെ പേപ്പറോടാ? ബുക്കും പേപ്പറും. ഹെൽമെറ്റ് ഇല്ലേ? ഹെൽമെറ്റ് എവിടാ? എടുക്കടാ. എടാ ഇവന്റെ എവിടെ പിടിച്ച ഓടിക്കുന്നത് വണ്ടി? ഗൈസ് എന്തായാലും മണ്ടം വിശ്വസിച്ചിട്ടു നമ്മള് പോലീസാന്നുള്ള കാര്യം. വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ട് കിടക്കുക. ഓക്കെ എന്താടാ വണ്ടി കെട്ടി കൊല്ലാൻ നോക്കുന്നതാ? ഇവൻ ഭയങ്കര ക്യൂട്ട് പയ്യനടാ. ഇവനെ കണ്ടിട്ടാണ് എനിക്കൊന്നും ചെയ്യാനും തോന്നുന്നില്ല. ഒരു പാവം പയ്യനടാ അവൻ. ഈ റൊട്ടി ബനിയനും ജീൻസും കണ്ട് പോലീസാന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചല്ലോടാ. വണ്ടി നിർത്തിയല്ലോ അവന്, പാവം. 2000 years later. നിന്നോടൊക്കെ റൗണ്ട് ഓടിക്കൊന്നും തരാൻ ചോദിച്ചപ്പോ നിനക്കൊക്കെ കിരി അല്ലടാ. ഇതിനൊക്കെ പൊട്ടിച്ച് തീർക്കണം. ഇതിന്റെ എവിടെടാ ഇതിന്റെ സ്വിച്ച്? എടാ സ്വിച്ച് എവിടെടാ? ഇതിന് സ്വിച്ച് ഇല്ലേ? എടാ പോലടാ. ഇപ്പൊ തന്നെ പൊട്ടിക്കണം. എന്താടാ റേസിംഗ് മോഡാ? എന്ത് റേസിംഗ് മോഡ്? ആരുടെ റേസിംഗ് മോഡ്? എടാ ചൈനക്കാരെ ഗുണ്ടടാ. അത് അവിടെ നിന്ന് പൊട്ടിയടാ. ജസ്റ്റ് മിസ്സടാ. ഞാൻ കത്തിപ്പോയാനെ ഇപ്പൊ. ഇനി നമുക്ക് അടുത്തത് പൊട്ടിച്ച് കളിക്കാം. എടാ ആരടാ അത്? ഇതാരടാ? SI ഫ്രാങ്കോനെ അടിക്കാൻ മാത്രം? ഞാൻ പോലീസാടാ.
എടാ ഞാൻ പോലീസല്ല, എന്ത് പറഞ്ഞാലും ഇടിയോ, എന്ത് അടിമാലി ഫാമിലിയോ. ഇതാണ് നമ്മളെ പ്രേത വീടിൻ്റെ അടുത്ത് എത്തിയുള്ള ഇത് എന്താണ് അടയാളം ഇതാണ്. അയ്യോ ഇതെന്ത് ഇരിട്ടായേ. എടാ നമ്മളിപ്പുറത്ത് എത്തിയടാ. നമ്മൾ ഇത് ഏതാ സ്ഥലമോ? കൈ സത്യം പറയാമല്ലോ, നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ. ഇത് ഏതാ സ്ഥലം എന്നാലും ഇതേവരെ ഞാൻ ഈ സ്ഥലം കണ്ടിട്ടില്ലടാ. പെട്ടെന്ന് ഇവിടെ എത്തുകയും ചെയ്ത്. നമുക്ക് ആ ഉള്ളിലൊരു നല്ലൊരു കിടിലം കണ്ണായിട്ട് പോവാം ഗൈസ്. പിന്നല്ല മസിൻ കണ്ണൻ ആയിക്കോട്ടെ ഗൈസ്. സത്യം പറയല്ല ഗൈസ്, നല്ല പേടിയുണ്ട്. എടാ സെമിത്തേരിയടാ, ശവങ്ങള്, ബെഞ്ച് സെമിത്തേരിയില്. ഗൈസ് ഈ സെമിത്തേരിയിൽ ആരടാ മറ്റേ ബെഞ്ചൊക്കെ കൊണ്ടുവെക്കുന്നത്? ഇരുന്ന് സൂഹിക്കാൻ ഇതെന്താ പാർക്കോ? റോക്ക് സ്റ്റാർ ഗെയിംസ് ഒന്നും കാണണ്ട, പാവം സീജേ. അയ്യോ എടാ ഓ കുരിശായിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെ ഏതോ ആളൊറ്റ വന്നെന്ന്. ഗൈസ് ഇതിൽ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ കോഡോ എന്തൊക്കെയോ പരിപാടി ഉണ്ട് ഈ ഗെയിമിനകത്ത്. എന്തൊക്കെയോ അടിച്ചാൽ വേറെ എന്തൊക്കെയോ സംഭവിക്കും. അത്രല്ല, ഇതിൽ ചിലവന്മാർ കുറേ എന്തൊക്കെയോ അഭ്യാസങ്ങൾ കളിക്കുന്നുണ്ട്, പക്ഷേ നമുക്കൊന്നും ചെയ്യാറില്ല ഗൈസ്. പാവൻ ഞാൻ. അപ്പോൾ നിങ്ങളത് എങ്ങനെ ചെയ്യാമെന്നൊക്കെ കമൻറ്റ് ഇടുക, എന്നാൽ നമുക്ക് കുറേ വീഡിയോ ഇടാം ഗൈസ്. ഇത് ഭയങ്കര ഫണ്ണാണ് ഈ ഗെയിം കളിക്കാൻ. ഓക്കെ ഗൈസ് നമുക്ക് നോക്കാം എന്തായാലും. പ്രേതമാണോ? ഇവിടെ എവിടെയോ? അല്ല. വീണ്ടും പ്രേതമുണ്ടോ? ഇല്ല. ശരിക്കും എടാ ഇവിടെ ഇവിടെ നിന്ന് ഒരു പുണ്ണാക്കും ഇല്ലടേ ഗൈസ്. അതുപോലെ നമ്മുടെ ചാനൽ പുതിയ 2-3 അപ്ഡേറ്റ് വരണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഗൈസ്. ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോസ് കുറച്ചുകൂടെ കൺസിസ്റ്റൻറ്റ്, അതായത് ഇപ്പം നമ്മൾ ആഴ്ചയിൽ 2 വീഡിയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഓരോ വീഡിയോ എന്നൊക്കെ ഉള്ളത് മാറ്റിയിട്ട് ആഴ്ചയിൽ മിനിമം ഒരു 2 വീഡിയോയിലേക്കെങ്കിലും മാറണമെന്നും പിന്നെ പുതിയ കണ്ടന്റുകൾ ഇടണമെന്നും നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. ഞാൻ എന്തോ അവിടെ കണ്ടടാ, എന്തോ ഒരു സാധനം ഇളകുന്ന കണ്ടടാ അവിടെ. അതാ നിങ്ങൾ കാണുന്നുണ്ടോ? അത് എന്ത് സാധനമാടാ അത്? എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ലടാ. ഒരു പാവം കുഞ്ഞു മോളടാ അത്, ഒരു കൊച്ചുമോള്, കാലിന് വയ്യാത്ത പാവം കൊച്ചുമോള്. എടാ കൊച്ചുമോളാടാ അത്. ഗ്രാനീൻ്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ള ജന്തുവെന്ന് തോന്നുന്നു. എന്തായാലും ഇനി വരൂല. ഓ ഗൈസ് നമ്മള് എങ്ങനെയൊക്കെ ഓടി രക്ഷപ്പെട്ടിട്ടോ, ഇനി വരൂലെന്ന് തോന്നുന്നു. ഓക്കെ എവിടെ ഇനി വന്നാലും സീനില്ല. പൊട്ടി ആവൂ ഗൈസ്, ഒരെണ്ണം പോലും കൊണ്ടില്ല. ഓരോന്നായിട്ട് വെച്ചാലപ്പോ കേറും തോന്നുന്നു. എടാ അതെങ്കിലും അവളെ മേത്ത് കൊള്ളിക്കടാ. ഇവൻ മണ്ടനാടാ ഇവൻ. ഗൈസ് ഇവള് മിസൈൽ വെച്ചാൽ ചാവൂല. നമുക്കേ മിസൈൽ അല്ല തോക്ക് വെച്ചാൽ ചാവൂല, മിസൈൽ വെച്ചാ. ആ കുരിപ്പിനെ കാണാനല്ലടാ, അവള് പോയടാ. ആ ചുട്ടാണ്ടി ഇത് എങ്ങോട്ട് പോയ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. പോയത് നന്നായി, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവളുടെയൊക്കെ മയ്യത്ത് നിസ്കാരം അന്ത്യ കുർബാന ഞാൻ നടത്തിച്ചു വിട്ടാനേ. എന്തോ എങ്ങനെ എടാ ഇവിടെ പോടാ, പോടി ഇവിടുന്ന്. നമ്മളിവിടെ ഒരു വീട് കണ്ടുപിടിച്ചടാ, നല്ല കിടുക്കാച്ചി വീട് പോലെ ഉണ്ട്. പക്ഷെ എടാ ഇത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ എൻ്റെ ചില മെമ്മറികൾ, എൻ്റെ ട്രോമ ഓണാവുന്നു ഗൈസ്. എടാ എന്താണിത്? എന്തോ ഒരു നിഗൂഢത ഉണ്ടല്ലോ. എന്തോ ആരടാ അത്? ആരുമില്ല. ഇവിടെ എന്തോണ്ട്? ആരടാ? ആരുമില്ലേ ഗൈസ്. ഞാൻ ഈ വീട് കണ്ട് കയറാടാ. ഇതിലിഷ്ടം പോലെ ജനലൊക്കെ ഉണ്ട്, പക്ഷേ എടാ പുറത്തേക്ക് ഇറങ്ങാൻ വഴിയില്ലടാ. ഈ കൂടെ ചാടാനൊന്നും കഴിയൂല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വഴി ഉണ്ടോ നോക്കട്ടെ. കിട്ടി. എടാ വഴി മാറി. അയ്യോ